ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു ഡേ ആണ്. നമ്മുടെ പാത്തുയുടെ കല്യാണമാണെന്ന്. അപ്പോൾ ഞാൻ മാക്സിമം പറ്റണതൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഭയങ്കര റഷായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി. അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബ്രൈഡിനെ കണ്ടു. നമ്മുടെ ഗ്രൂം നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്നു. പള്ളിയിലായിരുന്നു നിക്കാഹ്. അങ്ങനെ ഗ്രൂമിൻ്റെ എൻട്രി ആട്ടോ. അപ്പോൾ ബ്രൈഡിന് നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് കടന്ന് വന്നാൽ നമുക്കറിയാമല്ലോ, ആ ഒരു ടൈമിൽ ഒരു ടെൻഷനും ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പേടിയും ഒരു സന്തോഷം എല്ലാം കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലിരിക്കുകയാണ് നമ്മുടെ ബ്രൈഡ്. നമ്മുടെ ഗ്രൂം സ്റ്റേജിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറ്റണ പോലെയൊക്കെ ഞാനെല്ലാം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റഷ്യൻ്റെ ഇടയിൽ കൂടെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. നമ്മുടെ ബ്രൈഡ് ഇതാക്കുന്നുണ്ട്, ടെൻസ്ഡായിട്ട് ഇരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിട്ടോ ബ്രൈഡിനെ കാണാനായിട്ട്. മൂന്നും അതായത് ഫങ്ഷൻസ് എല്ലാം എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കും ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു നമ്മുടെ ബ്രൈഡിൻ്റെ ഈ ഒരു കല്യാണത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും. അങ്ങനെ ബ്രൈഡും ഗ്രൂമിൻ്റെയും കുറച്ച് ഫോട്ടോസ്, മീൻസ് അൺഎക്സ്പെക്റ്റഡ് എൻട്രി ഷൂട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ഗ്രൂമിനെ സ്റ്റേജിൽ കയറ്റിയിട്ട് ബാക്കിയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രൂം സ്റ്റേജിലേക്ക് കയറിപ്പോയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ആണുങ്ങളൊക്കെ അതിൻ്റെ കൂടെ പോവും. ഗ്രൂമിനെ സ്റ്റേജിൽ നിർത്തി, അല്ലെങ്കിൽ സ്റ്റേജിൽ എത്തിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡ് എൻട്രിക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഡാൻസോട് കൂടെ ആയിരുന്നു കേട്ടോ എൻട്രി. അപ്പോൾ പയ്യെ പയ്യെ അറിയാമല്ലോ, അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന അനുസരിച്ചാണ് ബ്രൈഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്ന കാരണം അങ്ങ് ഫ്രണ്ടിലത്തെ ആ ഒരു മൊമെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു, നല്ല ഡാൻസ് ആയിരുന്നു, എല്ലാം കൂടി നല്ല മാഷാ അല്ലാ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു എല്ലാം. അങ്ങനെ നമ്മുടെ ബ്രൈഡ് സ്റ്റേജിലേക്ക് ബ്രൈഡിൻ്റെ പാരൻസ്, ബ്രൈഡിൻ്റെ ഫാമിലി ഫുള്ളായിട്ട് കയറിയൊക്കെയാണ്. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, അതിനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. ബ്രൈഡും ഗ്രൂമും അവർ സ്റ്റേജിൽ മീറ്റ് ചെയ്യണ ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. അത് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം അതുണ്ടായി. എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഗസ്റ്റായിട്ട് അൻവർ സാത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ബ്രൈഡിനെ കയറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പാല് കൊടുക്കൽ ചടങ്ങുണ്ട്, അതിന് വേണ്ടി സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞിട്ടൊരു ഡാൻസ്, ഒരു സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ദെൻ മറ്റേ നിക്കാഹ് നാമ സൈൻ ചെയ്യണ ഒരു ഇതുണ്ടായി, അതിന് വേണ്ടിയും കയറി. നല്ല ലേറ്റായിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യം, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡ് ഇറങ്ങുന്ന മൊമെൻ്റാണ്. ആൾ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഒരു അടിച്ചുപൊളി എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ ആൾ ഭയങ്കര ഇമോഷണലായപ്പോൾ നമുക്കും കണ്ടുന്നവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആളുടെ കാര്യത്തിൽ എല്ലാവരും. അങ്ങനെ അവൾ പോവുകയാണ്. പിന്നെ ഇപ്പം റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഷൂട്ടാണിതൊക്കെ. റിസപ്ഷൻ്റെ കുറച്ച് മൊമെൻറ്റ്സാണ്. റിസപ്ഷനും ഈ പറഞ്ഞുകൊണ്ട് നല്ല തിരക്കുണ്ടായി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിലാണ് ഈ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കങ്ങോട്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ റിസപ്ഷന് ഭയങ്കര നല്ല വൃത്തിയായിട്ടായിരുന്നു രണ്ടുപേരുണ്ടായത്, മാഷാ അല്ലാ. നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ കുറേ ഫോട്ടോസ്, ഞങ്ങളും കയറി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോസും വീഡിയോസിനൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ പാട്ടും അങ്ങനെ കുറച്ച് പെർഫോമൻസൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് എൻ്റെ കസിൻ്റെ ബേബിയാണ്. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആസ് യൂഷ്വൽ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഫുഡ് കഴിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ മിക്കപ്പോഴും പലതും തീർന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പല സാധനങ്ങൾ തീർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ എന്തുകൊണ്ടോ
ഞങ്ങൾക്ക് എന്തുകൊണ്ടോ നല്ല ചൂട് ചോറാണ് കിട്ടിയത്. നല്ല റൈസായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവർ കുറച്ച് പരിപാടികളുണ്ടായി. അങ്ങനെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ചെറിയൊരു പരിപാടിയൊക്കെ അവിടെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ തിരിച്ച് എല്ലാം ലോഗൗട്ടായി, എല്ലാം സെറ്റായി ഞങ്ങൾ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് വന്നത്. അപ്പോൾ മാഷാ അല്ലാ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു 3-4 ഡേയ്സ് മൊത്തം ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണമായിരുന്നു. അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.